എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഒരു 12 മണിവരെയൊക്കെ അത്യാവശ്യം മൂവ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടൊരു സൈഡ് വേ തന്നെയായിരുന്നു. സൈഡ് വേ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഡ്യൂറേഷനിലുള്ള സൈഡ് വേ. അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രേഡുകളൊന്നും ഇന്ന് എടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് ചാർട്ടിലേക്ക് വരാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ചെയ്തത് ഗ്യാപ്പ് അപ്പിലാണ്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ചെറുതായിട്ട് താഴേക്ക് വന്നു. 24,680 ഓപ്പൺ ചെയ്തത്. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,672 ഇന്ന് ഓപ്പൺ ചെയ്തത് 24,680 24,680 ഓപ്പൺ ചെയ്തിട്ട് 24,708 വരെ പോയി. അതിനുശേഷം 24,654 വരെ വന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് വന്നിട്ടില്ല. ഒരു അപ്പ് ട്രെൻഡിലായിരുന്നു. വൺ സൈഡ് എന്നൊക്കെ പറയുക. ചെറുതായി 12 മണിക്ക് ശേഷം ഒരു കൺസോൾട്ടേഷൻ സൈഡ് വേ തന്നെങ്കിലും നിഫ്റ്റി കാര്യമായി ഇറങ്ങിയില്ല. ഓക്കെ. അതേസമയം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റി ഇന്നൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയായിരുന്നു. തുടക്കം മുതൽക്ക് തന്നെ, അതായത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നേരെ താഴേക്ക് വരികയാണ് ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് ഒരു സൈഡ് വേയിലൂടെ ഒരു W പാറ്റേൺ ഫോം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഹൈ ആയ, അതായത് മോർണിംഗിൽ ഹൈ വെച്ചത് 50,764, ക്ലോസ് ചെയ്തിരിക്കുന്ന 50,737. മാത്രമല്ല ബാങ്ക് നിഫ്റ്റി സൈഡ് വേ എന്നല്ല എന്ന് പറയേണ്ടത്. ബാങ്ക് നിഫ്റ്റി ഒരു വാളറ്റൈലിറ്റി ആയിരുന്നു ഇന്ന്. ഏകദേശം ഈ സമയം മുതൽ നോക്കൂ, 1 മണി മുതൽ ഒരു 2:45 വരെ അല്ലെങ്കിൽ ഒരു 2:30 വരെയും ഒരു ഹൈ വാളറ്റിലിറ്റി ആയിരുന്നു. മുകളിലേക്ക് താഴേക്ക് 50 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ട്രേഡായത്. ഓക്കെ. ഇന്ന് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഇത് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ആണ്. ഓക്കെ. നമ്മൾ ഇതിനെ പാർട്ടാക്കുന്നുണ്ട്. ഇത് നിഫ്റ്റിയുടെ ഇൻഡെക്സ്. ഇത് ഞാൻ 24,781 അല്ലേ നിഫ്റ്റി, 24,700 ഒരു കാൾ ഓപ്ഷൻ ആഡ് ചെയ്യാണ്. കാൾ ഓപ്ഷൻ ആഡ് ചെയ്തു. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇതൊരു ഉപകാരപ്രദമാവും. ഓക്കെ. 24,700 കാൾ ഓപ്ഷൻ വന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ചിട്ട് ഒരു ബൈ എൻട്രി കൊടുക്കുന്നു. ഈ ക്യാൻഡലിൻ്റെ ബോട്ടത്തിൽ വന്നിട്ട് 24,716 അവിടെ ഒരു ബൈ എൻട്രി കൊടുത്തു. സമയം 10:30. ഇവിടെ 10:30 ബൈ എൻട്രി. ബോട്ടം എത്രയാണ്? 153, 154 എന്ന് വെച്ചോളൂ. 154 ഞാൻ ബൈ എൻട്രി കൊടുത്തു. നമുക്ക് നമ്മുടെ നിർഭാഗ്യവശാൽ മാർക്കറ്റ് താഴേക്ക് വന്നു. 24,678 വരെ വന്നു. ഇവിടെ 24,745 ഏകദേശം 70 പോയിൻറ്റോളം ഡൗൺ ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രീമിയം കുറയും. അതായത് 11 മണി സമയത്താണ് 24,678 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 11 മണിക്ക് നമുക്ക് നോക്കാനുള്ളത് ഇവിടെയാണ് 11 മണി. നോക്കൂ, അപ്പോൾ 123 ലോ വന്നു. നമ്മളിവിടെ എടുത്തത് 154 154 ലോ. അപ്പോൾ നമുക്ക് 154 പറയുമ്പോൾ 144 അല്ലെങ്കിൽ 140 ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. റീ എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ. റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ 24,716 എപ്പോഴാണ് ഇതിന് ശേഷം ക്രോസ് ചെയ്യുന്നത്? ഈ ക്യാൻഡിലാണ്, 12 മണി ക്യാൻഡിലാണ് നമുക്ക് റീ എൻട്രി ലഭിക്കുന്നത്. ഓക്കെ. ഇവിടെ 12 മണി ക്യാൻഡിൽ നമ്മൾ വാച്ച് ചെയ്യുന്നു. എവിടെ? ഇവിടെ റീ എൻട്രി നമുക്ക് എപ്പോഴാണ് കിട്ടിയത്? ഇവിടെ നമുക്ക് ഇതിൻ്റെ ബോട്ടം മാർക്ക് ചെയ്യാം. 24,715. ഓക്കെ. 24,715. ഓക്കെ. സെയിമാണ്. 12 മണിയല്ലേ? 12 മണി സമയത്ത് നമുക്ക് എത്രയാണ് ഇതിൻ്റെ ബോട്ടം? 142.80, 143 എന്ന് വയ്ക്കാം. ഓക്കെ. 143. നിങ്ങൾ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെയാണ് റിക്കവറി നടക്കുന്നതെങ്കിൽ, അതായത് ഈ നിഫ്റ്റി ഇൻഡെക്സ്
24,716 ആയപ്പോൾ നമ്മളിവിടെ 154 എടുത്തു. നമ്മുടെ നിർഭാഗ്യവശാൽ താഴേക്ക് വന്ന് ഇതുവരേക്ക് വന്ന് തിരിച്ച് കയറുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്ന് റീ എൻട്രി 24,716 എത്തിയപ്പോൾ ഇവിടെ നമ്മുടെ പ്രീമിയം 143 എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതൊരു മണിക്കൂർ ഗ്യാപ്പ് വന്നു. ഈ ഒരു മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ ഇവിടെ ഈ ഇൻഡെക്സിൻ്റെ റേറ്റ് സെയിം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ 143 നമുക്ക് എൻട്രി എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതേസമയം നമ്മൾ ഗ്രൂപ്പിൽ കൊടുക്കുന്നത് ആ സെയിം പ്രൈസ് വന്നാൽ റീ എൻട്രി എടുക്കുക എന്ന് പറയുന്നത് ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു കോൾ എടുത്തു, അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി താഴേക്ക് പോയി തിരിച്ച് വരുന്ന സമയത്ത് വീണ്ടും സെയിം പ്രൈസിൽ നിങ്ങൾക്ക് റീ എൻട്രി എടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് സക്സസ് ആവുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ മിനിറ്റുകളും മണിക്കൂറുകൾക്കും ശേഷമാണ് ഇത് തിരിച്ച് താഴേക്ക് പോയിട്ട് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഡെക്സും അതേപോലെ പ്രീമിയവും 2 ചാർട്ടും ഓപ്പൺ ചെയ്തുകൊണ്ട് രണ്ടിൻ്റെയും പ്രൈസ് നിങ്ങൾ വാച്ച് ചെയ്യണം. അല്ലാതെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും 155 നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിഫ്റ്റി തിരിച്ച് വീണ്ടും റെസിസ്റ്റൻസിലെത്തിയിട്ട് താഴെ വന്നേക്കാം. ഇവിടെ കണ്ടോ, താഴെ വന്നില്ലേ? ഇവിടെ വന്ന് ഒരു ചെറിയ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴെ വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും സ്റ്റോപ്പ് ലോസ് ഇതായി ഇവിടെ ഹിറ്റായി. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. കറക്റ്റായിട്ട് 153 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ലേ? അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 24,730 ഒരു എൻട്രി പറഞ്ഞത്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 24,730 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 24,730 ക്രോസ് ചെയ്തു. 24,740 ക്ലോസും ചെയ്തു. അവിടെ നിന്ന് നമ്മളൊരു ചെറിയ റീട്രേസിന് വേണ്ടി കാത്തു നിന്നു. താഴെ വന്നു, 24,722 വന്നു. തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ കണ്ടപ്പോൾ, അതായത് ഗ്രീൻ കളർ വീണ്ടും വന്നപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ബൈ ചെയ്തു. 24,738 അല്ലെങ്കിൽ 24,740 ബൈ ചെയ്തു. നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ എത്ര കിട്ടി? ഒരു 50 പോയിൻ്റ്. ഒരു 50 പോയിൻറ്റിൻ്റെ റാലിയാണ് നമുക്കിന്ന് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പ്രീമിയത്തിലൊരു 30-35 പോയിൻറ്റോളം നമുക്കിന്ന് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 51,080 മുകളിലാണ് ബൈ സൈഡ് പറഞ്ഞത്. ബോട്ടം സൈഡ്, അത് ഡൗൺ സൈഡ് നമ്മൾ 50,620 താഴെയുമാണ് പറഞ്ഞത്. അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ക്യാൻഡിലാണ്. ഏതാണ്? 50,421 ലോയും. ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ റീട്രേസ്മെൻറ്റ് പ്രതീക്ഷിച്ചു. റീട്രേസ്മെൻറ്റ് വന്നു. ഏകദേശം ഇതിനും ഈ ലൈനിൻ്റെ അടുത്ത് വന്ന് വീണ്ടും താഴെ വരുന്ന സമയത്ത് വീണ്ടും റെഡ് ക്യാൻഡിൽ കണ്ടപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ബൈ ചെയ്തു. പുട്ട് സൈഡ് ബൈ ചെയ്തു. ഈ 50,498 നമ്മൾ ബൈ ചെയ്തു. നമുക്ക് എത്ര പോയിൻ്റ് കിട്ടി? 140 പോയിൻ്റോളം ബാങ്ക് നിഫ്റ്റിയിൽ പുട്ട് സൈഡ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് കാൾ സൈഡും ബാങ്ക് നിഫ്റ്റിയിൽ പുട്ട് സൈഡും നമുക്ക് ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ഫിൻ നിഫ്റ്റിയാണ്. ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 23,247 ഒരു കാൾ സൈഡ് ബൈ എൻട്രിയും 23,160 താഴെ ഡൗൺ സൈഡിലുമാണ് പറഞ്ഞത്. ഫിൻ നിഫ്റ്റിയിൽ നമുക്കൊരു പുട്ട് സൈഡാണ് ലഭിച്ചത്. ഇവിടെ ക്ലോസ് ചെയ്തതു എത്ര? ഇവിടെ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം നേരെ താഴേക്ക് വരികയാണല്ലോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു റീട്രേസ്മെൻ്റ് കഴിഞ്ഞ് താഴെ റെഡ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം, റെഡ് ക്യാൻഡിൽ കളർ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നാണ് 23,087 നമുക്കൊരു എൻട്രി ലഭിച്ചത്. 70 പോയിൻ്റോളം ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് പ്രോഫിറ്റ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് മിഡ് ക്യാപ്പ് നിഫ്റ്റിയാണ്. മിഡ് ക്യാപ്പിൽ 12,890 മുകളിലാണ് എൻട്രി പറഞ്ഞത്. കാരണം ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് നമ്മൾ പ്രതീക്ഷിച്ചതുകൊണ്ട് ഇന്നലെ ക്ലോസ് ചെയ്തതിലും വെച്ച് കുറച്ച് അപ്സൈഡാണ് പറഞ്ഞത്. അതായത് 12,870 12,890 എൻട്രി പറഞ്ഞത്. നമുക്ക് ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. 11:15 മണിക്ക് 12,905 ക്ലോസ് ചെയ്തു.
നമുക്കൊരു റീട്രേസ്മെൻറ്റിന് വേണ്ടി കാത്തു നിന്നു. പക്ഷേ നേരെ മുകളിലേക്ക് പോയിട്ട് താഴെ വരികയാണ് ചെയ്തത്. ഈ ക്യാൻഡിൽ നമുക്ക് കിട്ടിയില്ല. നെക്സ്റ്റ് ഈ ക്യാൻഡിലാണ് നമുക്ക് കിട്ടിയത്. അതായത് 1.25 മണി നേരത്തുള്ള ക്യാൻഡിൽ ഇവിടെ വെച്ച് നമുക്ക് 12,898, അതായത് 12,900 നമുക്ക് എൻട്രി ലഭിച്ചു. കാൾ സൈഡ് നമുക്ക് പ്രോഫിറ്റ് 49 പോയിൻറ്റോളം മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നാളേക്കുള്ള ലെവലുകൾ നോക്കാം. മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 12,950 മുകളിൽ ബൈ എൻട്രി പോകാം. പക്ഷേ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 50 പോയിൻറ്റോളം പോയി കഴിഞ്ഞാൽ ഒന്ന് മാറി നിൽക്കണം നല്ലത്. 13,000 മുൻപായിട്ട് നിങ്ങൾ എക്സിറ്റ് അടിച്ച് മാറി നിൽക്കണം. അതിനുശേഷം നിങ്ങൾക്ക് പ്രോപ്പറായി മുകളിലേക്ക് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, ഇനി താഴെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുത്ത് വരാം. ഇന്നത്തെ ലോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 12,920 നിന്ന് തന്നെ എൻട്രി എടുത്ത് വരാം. 12,920 നിന്ന് പുട്ട് സൈഡ് എൻട്രി എടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് 12,840. അത് 80 പോയിൻറ്റോളം ഡിഫറൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നാളെ നിങ്ങൾക്ക് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് ഫിൻ നിഫ്റ്റിയിൽ 23,250 മുകളിൽ ഒരു കാൾ സൈഡ് പോകാം. താഴത്തേക്ക് വരികയാണെങ്കിൽ 23,000 താഴെ ഡൗൺ സൈഡും നിങ്ങൾക്ക് എൻട്രി എടുത്ത് വരാം. താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. അതിന് മുൻപ് ഇവിടെ ഒരു സപ്പോർട്ട് ചെറുതായിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം. അതായത് ഒരു 60 പോയിൻറ്റിനുള്ളിൽ ചെറിയ സപ്പോർട്ടുണ്ട്. പക്ഷേ അത് ബ്രേക്ക് ചെയ്യുന്ന സപ്പോർട്ടാണ്. ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. 22,870 വരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സെക്യൂറായി നിൽക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ പറഞ്ഞ എൻട്രി തന്നെ 51,085 മുകളിൽ കാൾ സൈഡ് നമുക്ക് എടുത്തു പോകാം. താഴേക്ക് വരികയാണെങ്കിൽ 50,290 താഴെ ഡൗൺ സൈഡിലേക്കും നിങ്ങൾക്കെടുത്ത് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇതുവരെ വാച്ച് ചെയ്യാം 51,780 വരെ കാൾ സൈഡ്. അതേപോലെ താഴത്തേക്ക് 49,680 വരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, 50,290 താഴെ 49,650 വരെയും 51,080 മുകളിൽ 51,750 വരെയും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെയാണ്. നിഫ്റ്റിയിൽ നമുക്ക് കാൾ സൈഡ് 24,785 മുകളിൽ 24,785 മുകളിൽ അങ്ങനെ എടുത്തു പോകുന്ന സമയത്ത് 24,850 അതായത് 75 പോയിൻറ്റുകൾക്ക് ശേഷം ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ 24,635 താഴെ. ഓക്കെ, 24,630 താഴെ നിങ്ങൾക്ക് ഡൗൺ സൈഡും എൻട്രി എടുത്ത് വരാം. അപ്പോൾ ഈ 4 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ചെയ്ത് കറക്റ്റായി റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് വരച്ച് കൃത്യമായ സമയങ്ങളിൽ എൻട്രി എടുത്ത് പ്രോഫിറ്റോടു കൂടി ഇറങ്ങാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.